ഈ വർഷം ജനുവരി 31-നാണ് പി.ആൻഡ്.ടി കോളനിയിലെ അഴുക്കുവെള്ളത്തിൽ നിന്ന് ദുരിത ജീവിതത്തിൽ നിന്ന് ഒരു മോചനം സ്വപ്നം കണ്ട് മുണ്ടൻവേലിയിലെ ഈ ഫ്ളാറ്റുകളിലേക്ക് 77 കുടുംബങ്ങൾ എത്തിയത്. പക്ഷേ അവർക്ക് വെറും 4 മാസത്തിനുള്ളിൽ പറയാനുള്ളത് ഈ ഫ്ളാറ്റുകളിൽ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചാണ്. മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ഫ്ളാറ്റുകളുടെ അകത്തുള്ള ഭിത്തികൾ ചോർന്നൊലിച്ചു. ഈർപ്പം തട്ടാതെ സൂക്ഷിക്കണമെന്ന കോർപ്പറേഷനും GCDയും എഴുതി ഭിത്തിയിൽ ഒട്ടിച്ച അതേ ഫ്ളാറ്റുകളുടെ അകത്താണ് മഴ പെയ്ത് ഭിത്തികളും ചുമരുകളും ഒക്കെ നനഞ്ഞു കുതിർന്നിരിക്കുന്നത്. ഈ മഴക്കാലത്തെങ്കിലും സമാധാനത്തോടെ ഉറങ്ങാമെന്ന് പറഞ്ഞതാണ്. സന്തോഷത്തോടെ താക്കോൽ സ്വീകരിച്ചു വന്നതാണ്. പക്ഷെ അതിനുള്ള സാഹചര്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതൊക്കെ കണ്ട മഴയത്ത് വെള്ളവും വീടിനകത്തുനിന്ന് വെള്ളം വീഴുന്നു, മേലിൽ നിന്ന് താഴോട്ട് വെള്ളം വീഴുന്നു. അവിടത്തേനേക്കാളും ദുരിതമാണ്. അവിടെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ പ്രശ്നം. അതായത് വെള്ളം കയറി കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങും, ഞങ്ങൾ ക്ലീൻ ചെയ്യും. ഞങ്ങൾക്കറിയാം മഴ പെയ്യുമ്പോൾ വെള്ളം കയറി ഞങ്ങൾ സാധനങ്ങളെടുത്ത് പൊക്കത്ത് വെക്കും. ഇവിടെ നമ്മൾ വെള്ളം കയറൂലെന്നും പറഞ്ഞിരുന്നതാ. പക്ഷേ ഇത് അതിനേക്കാളും ദുരിതമാണ്. നമ്മളിനി മനുഷ്യരല്ലേ, അവരിവിടെ കൊണ്ടിട്ടിട്ട് 31-ാം തീയതി താക്കോലും തന്ന് അവർ കൊണ്ടിട്ടിട്ട് അവർ പോയി അവരെ പാട്ടിന്. തിരിച്ച് ഞങ്ങൾ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ അവർ വന്ന് നോക്കിയിട്ട് ശരിയാക്കാം, പിന്നെ അവരെ കാണത്തില്ല. പെട്ടെന്നാണ് അവർ മാറ്റിയത്. ഞങ്ങളെ ഒരു കുട്ടികളൊക്കെ വീടുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അവര് എഴുതിയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, ഭാരമുള്ളത് കൊണ്ടുവരരുത്, നിങ്ങൾ നനയരുത്, നിങ്ങൾ ഭാരമുള്ളതൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരണം. എന്നിട്ട് എന്താ, ഞങ്ങളൊന്നും ഭാരമുള്ളതൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഭിത്തി മുഴുവനും നനഞ്ഞു പൊടിഞ്ഞിരിക്കണേന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പി.ആൻഡ്.ടി കോളനിയിൽ ഉറങ്ങണതിന് കുഴപ്പമില്ല, വെള്ളം കയറണതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ. കുഞ്ഞു മക്കളെയും കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ 3 പ്രാവശ്യം ഇവിടെ വീണത്. മിനിങ്ങാന്ന് കോർപ്പറേഷനിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് വന്ന് നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ അതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. എഴുതി കൊടുത്തിട്ട് പാസ്സാകണം എന്നാണ് നമ്മൾ ഇതുവരെയും കാത്തു നിന്നത്. ഇന്നലെ അവർ പോയതിൻ്റെ പുറകെ വെള്ളം കയറി. ഇന്നലെ ഇവിടുത്തെ ആമ്പിള്ളേർ ആ ചരൽ മുഴുവനും പണിക്ക് വേണ്ടി കൊണ്ടിട്ടിരുന്ന എല്ലാം വാരിയിട്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ട് വേണ്ടിയിട്ട്. അവർക്ക് എന്താ വിഷമം? മുണ്ടൻവേലിയിലെ പി.ആൻഡ്.ടി കോളനിക്കാരുടെ പുനരധിവാസത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണ്, യഥാർത്ഥ ദുരിതത്തിൻ്റെ അനുഭവമാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്ത് മറുപടിയാണ് GCDക്ക് തങ്ങളുടെ ഈ അഭിമാന പദ്ധതിയെക്കുറിച്ച് പറയാനുള്ളത്? ഇവിടെ വന്ന് നോക്കിയിട്ട് മറുപടി നൽകാതെ പ്രശ്നം പരിഹരിക്കാതെ പോയ കോർപ്പറേഷനും മറ്റ് അധികൃതർക്കും എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത്? 18 കോടി രൂപ മുതൽ മുടക്കി മുണ്ടൻവേലിയിൽ നിർമ്മിച്ച ഈ ഫ്ളാറ്റിൽ എങ്ങനെ വെറും 4 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് ചോർച്ച വന്നു എന്നതിനൊരു ഉത്തരമാണ് ഇവിടുത്തെ ആളുകൾ ചോദിക്കുന്നത്. സമാധാനത്തോടെ ഈ മഴക്കാലത്ത് ഇവിടെ കിടന്നുറങ്ങണമെന്ന ആവശ്യമാണ് ഇവിടെ താമസിക്കുന്ന 77 കുടുംബങ്ങളിലെയും ആളുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം മുണ്ടൻവേലിയിലെ ഫ്ളാറ്റുകളിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.